വചനദീപം. ലൂക്കോസിൻ്റെ സുവിശേഷം 22 അധ്യായം 24 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 22:24 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിൽ ഉണ്ടായി. അവനവരോട് പറഞ്ഞത്, ജാതികളുടെ രാജാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു. അവരുടെ മേൽ അധികാരം നടത്തുന്നവരെ ഉപകാരികൾ എന്ന് പറയുന്നു. നിങ്ങളോ അങ്ങനെയല്ല. നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആകട്ടെ. ആരാകുന്നു വലിയവൻ? ഭക്ഷണത്തിന് ഇരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ? ഭക്ഷണത്തിനിരിക്കുന്നവനല്ലയോ? ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെയാകുന്നു. നിങ്ങളാകുന്നു എൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നവർ. എൻ്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തരുന്നു. നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയെങ്കിൽ തിന്നുകുടിക്കുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുകയും ചെയ്യും. ശിമോനെ, ശിമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. അവനോട്, കർത്താവേ, ഞാൻ നിന്നോടുകൂടെ തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ, പത്രോസേ, നീ എന്നെ അറിയുന്നില്ല എന്ന് 3 വട്ടം തള്ളിപ്പറയും മുമ്പേ ഇന്ന് കോഴി കൂവുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. തൻ്റെ 12 ശിഷ്യന്മാരോടൊപ്പം പെസഹ ഭക്ഷിക്കുകയും അതിനുശേഷം തിരുവത്താഴ ശുശ്രൂഷ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ ആ സമയത്ത് തന്നെ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും. എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ്റെ കൈ എൻ്റെ അരികെ മേശപ്പുറത്തുണ്ട്. നിർണയിച്ചിരിക്കുന്ന പോലെ മനുഷ്യപുത്രൻ പോകുന്നു. സത്യമെങ്കിലും അവനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യൻ അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മറ്റ് ശിഷ്യന്മാർ അവർ പരസ്പരം ചോദിച്ചു തുടങ്ങി, തങ്ങളുടെ കൂട്ടത്തിൽ ആരായിരിക്കും ഈ നീചകൃത്യം ചെയ്യാൻ പോകുന്നത് എന്ന് അവർക്കറിയണം. അത് സംബന്ധിച്ച് അവരിൽ ഒരു തർക്കമുണ്ടായില്ല. എങ്കിലും അവർക്കറിയണമായിരുന്നു ഈ 12 പേരിൽ ഏറ്റവും നീചൻ, ഏറ്റവും മോശക്കാരൻ ആരായിരിക്കുമെന്ന്. അതാണ് 23 വാക്യം. എന്നാൽ 24 വാക്യത്തിൽ അവരുടെ ഇടയിൽ മറ്റൊരു അന്വേഷണം നടക്കുന്നു. അത് അവരിൽ ഏറ്റവും മോശക്കാരൻ ആരാണ് എന്നല്ല, മറിച്ച് തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കം. ഇവിടെ ശിഷ്യന്മാർ 2 ആളുകളെയാണ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. ഒന്ന്, അവരിൽ ഏറ്റവും മോശക്കാരൻ ആരാണ്. ഇത് ഇന്ന് നമുക്കറിയാം, അന്ന് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, ഈ 12 പേരിൽ ഏറ്റവും വലിയവൻ ആരാണ്. അതിനെ ചൊല്ലി ഒരു തർക്കവും അവിടെ ഉണ്ടായി. 12 പേരുടെ ഇടയിൽ അവരുടെ റാങ്ക്, അവരുടെ സ്ഥാനം എന്തായിരിക്കണം എന്ന കാര്യത്തിൽ അവർക്ക് വലിയ നിഷ്കർഷയുണ്ടായിരുന്നു. ഏറ്റവും മോശക്കാരൻ ആരാണെന്നും അറിയണം, ഏറ്റവും നല്ലവൻ ആരാണെന്നും അറിയണം. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മോശക്കാരെയും നല്ലവരെയും നാം തിരിച്ചറിയുക, അല്ലെങ്കിൽ അവരുടെ സ്ഥാനം നാം അവർക്ക് കൊടുക്കുക? നാം ആളുകളെ ഇത്തരത്തിൽ മാർക്കിട്ട് അവരവരുടെ റാങ്ക് എത്രയാണ് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ പാപത്തിൻ്റെ ഏറ്റക്കുറവ് അനുസരിച്ചാണ്. ഏറ്റവും കുറച്ച് പാപം ചെയ്യുന്നവൻ ഏറ്റവും നല്ലവൻ, ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്നവൻ ഏറ്റവും മോശക്കാരൻ. ഇവിടെ ശിഷ്യന്മാർ ചെയ്യുന്നത് ഓരോരുത്തരുടെയും ജീവിതത്തിലുള്ള പാപത്തെ അളക്കാൻ ശ്രമിക്കുകയാണ്. പാപത്തെ അളക്കണോ? മനുഷ്യന് പാപത്തെ അളക്കേണ്ട ആവശ്യമുണ്ട്. കാരണം പാപത്തെ അളന്നാലേ ഞാൻ മറ്റവനേക്കാൾ ഭേദമാണ് എന്ന് പറയാൻ സാധിക്കൂ. പാപത്തെ അളന്നില്ലെങ്കിൽ അത് പറയാൻ സാധിക്കില്ല. ദൈവം
പാപത്തെ അളക്കുന്നില്ല എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ മുമ്പിൽ വലിയ പാപവും ചെറിയ പാപവുമില്ല. പാപം പാപം തന്നെയാണ്, അതിലേറ്റ ചെറുപ്പമില്ല. എന്നാൽ മനുഷ്യർ പാപത്തെ അളക്കാൻ ശ്രമിക്കുന്നു. കാരണം അവർക്ക് മറ്റുള്ളവരെക്കാൾ ഞാൻ മെച്ചമാണ് എന്ന് പറയാനുള്ള വ്യഗ്രത. അതുകൊണ്ടാണ് പാപത്തെ അളക്കുന്നത്. ഉണർവ് താമസിക്കുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് ആളുകൾ പാപത്തെ അളക്കുന്നതാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പാപത്തെ അളക്കാൻ ശ്രമിക്കുമ്പോൾ ഉണർവുണ്ടാകുകയില്ല. നേരെ മറിച്ച് ഏറ്റവും ചെറിയ പാപത്തെ പോലും പാപമെന്ന് വിളിക്കുകയും ആ ചെറിയ പാപത്തെ പോലും നീക്കിക്കളയാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് ഉണർവുണ്ടാകുന്നത്. ഇവിടെ ശിഷ്യന്മാർ പാപത്തെ അളക്കുകയാണ്. കാരണം ഏറ്റവും വലിയവൻ ആരെന്നും ഏറ്റവും ചെറിയവൻ ആരെന്നും അവർക്കറിയണം. ഇത് അവരുടെ ഇടയിൽ ഒരു തർക്കമായി തീർന്നു എന്നാണ് നാം വായിക്കുന്നത്. ഈ തർക്കത്തിൽ തീർച്ചയായും യൂദയും പങ്കെടുത്തിരിക്കാം. കാരണം യൂദ ഏറ്റവും മോശക്കാരനാണെന്ന് ആരും കരുതിയില്ല. കാരണം പണം അവനെയാണല്ലോ ഏൽപ്പിച്ചിരുന്നത്. എന്തായാലും തർക്കമുണ്ടായി എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം യേശു അവരുടെ ഈ തർക്കത്തിന് മറുപടി പറയുകയാണ്. 25-ാം വാക്യത്തിൽ യേശു പറയുന്നു, അവനും അവരോട് പറഞ്ഞത്, ജാതികളുടെ രാജാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു, അവരുടെ മേൽ അധികാരം നടത്തുന്നവരെ ഉപകാരികൾ എന്ന് പറയുന്നു. ഈ വാക്യത്തിന് ഒരല്പം വിശദീകരണം ആവശ്യമാണ്. കാരണം ഇവിടെ ഉപകാരികൾ എന്ന് പറഞ്ഞിരിക്കുന്ന ആ വാക്ക് ബെനിഫാക്ടേഴ്സ് എന്നാണ്. എന്ന് വച്ചാൽ പ്രയോജനം ലഭിക്കുന്നവർ എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലാതെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവർ എന്നല്ല അതിൻ്റെ അർത്ഥം. ജാതികളുടെ രാജാക്കന്മാർ ജാതികളുടെ മേൽ കർത്തൃത്വം നടത്തുന്നു. ഇങ്ങനെയാണ് ഈ ലോകത്തിലെ നേതാക്കന്മാർ പെരുമാറുന്നത്. ഈ ലോകത്തിലുള്ള രാജാക്കന്മാർ, നേതാക്കൾ, അവർക്ക് നേതൃമോഹമുണ്ട്. എന്തുകൊണ്ടാണ് അവർ നേതൃത്വത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നത്? അവരുടെ സ്വാർത്ഥത. കാരണം രാജാവായാൽ, നേതാവായാൽ മറ്റുള്ളവരുടെ മേൽ കർത്തൃത്വം നടത്താം, അവരുടെ മേൽ അധികാരം നടത്താം. അങ്ങനെ നേതാവിന്, രാജാവിന് മറ്റുള്ളവരെ കൊണ്ട് ഉപകാരം ലഭിക്കും. അപ്പോൾ നേതൃസ്ഥാനത്തേക്ക് വരുവാൻ ആളുകൾ ശ്രമിക്കുന്നത് സ്വാർത്ഥത കൊണ്ടാണ്. ശിഷ്യന്മാരും അവരിൽ ഒന്നാമത്തവൻ ആരാണ് എന്ന തർക്കം നടത്തിയതിൻ്റെ ഉദ്ദേശം സ്വാർത്ഥത തന്നെയാണ്. അവർ വിചാരിച്ചു, നേതാവായാൽ, ഒന്നാമനായാൽ മറ്റുള്ളവരെ ഭരിക്കാം, മറ്റുള്ളവരുടെ മേൽ അധികാരം നടത്താം, മറ്റുള്ളവർ അവർക്ക് ഉപകാരം ചെയ്യും. എന്നാൽ യേശു അതിന് കടകവിരുദ്ധമായാണ് സംസാരിച്ചത്. 26-ാം വാക്യത്തിൽ നിങ്ങളോ അങ്ങനെയല്ല എന്ന് വച്ചാൽ, ആത്മീക ശുശ്രൂഷയിൽ, ആത്മീക നേതൃത്വത്തിൽ വരുന്ന ആളുകൾ ഈ ലോകത്തിൽ ആളുകൾ എങ്ങനെ നേതാവാകുന്നു, അവർ എങ്ങനെ നേതൃത്വത്തിൽ വരുന്നു, ആ നിലയിലായിരിക്കരുത്. ഈ ലോകത്തിൽ ആളുകൾ നേതൃസ്ഥാനത്തേക്ക് വരുന്നതിൻ്റെ കാരണം സ്വാർത്ഥതയാണ്. എന്നാൽ ഒരു ആത്മീയ നേതൃത്വത്തിലേക്ക് ഒരാൾ വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം സ്വാർത്ഥതയായിരിക്കരുത്, മറിച്ച് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ ഉള്ള താല്പര്യമായിരിക്കണം. ഇത് പറയുമ്പോൾ ഇന്ന് എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്. ഇന്ന് രാഷ്ട്രീയത്തിൽ ഇലക്ഷന് നിൽക്കുന്നവർ പറയുന്നത് എന്താണ്? എന്നെ ജയിപ്പിച്ചാൽ ഞാൻ നിങ്ങളെ സേവിക്കാമെന്നാണ്. അത് ശരിയോ തെറ്റോ എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എന്നാൽ ആത്മീക ഗോളത്തിൽ ഇത് യാഥാർത്ഥ്യമായിരിക്കണം. നേതൃത്വത്തിൽ വരുന്ന ആൾ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യണം. അല്ലാതെ ആ ആൾ മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് മറ്റുള്ളവരുടെ മേൽ അധികാരം നടത്തുകയും കർത്തൃത്വം നടത്തുകയും മറ്റുള്ളവരെ കൊണ്ട് തങ്ങളുടെ കാര്യം സാധിപ്പിക്കുകയും ചെയ്യരുത്. മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി അയാൾ ജീവിക്കാൻ തയ്യാറാകണം. മറ്റുള്ളവർ ഇയാളുടെ ശുശ്രൂഷ കൊണ്ട് ജീവിക്കണം. ഇതാണ് യേശു പറഞ്ഞത്. നിങ്ങൾ അങ്ങനെയല്ല. ഈ ലോകത്തിലെ നേതൃത്വവും ക്രിസ്തീയ സഭയിലെ നേതൃത്വവും രണ്ടും വിപരീതങ്ങളാണ്. അവ തമ്മിൽ ബന്ധമില്ല. നിങ്ങളിൽ വലിയവനാകാൻ ഇച്ഛിക്കുന്നവൻ അവൻ ഇളയവനെപ്പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെപ്പോലെയും ആകട്ടെ. എന്ന് വെച്ചാൽ
സീനിയർ ജൂനിയർ ആകട്ടെ, വലിയവൻ ചെറിയവനാകട്ടെ. ഇതിനുശേഷം യേശു താൻ തന്നെ തൻ്റെ ശിഷ്യന്മാരോട് ചെയ്ത കാര്യം വിശദീകരിക്കുകയാണ്. 27 വാക്യം നോക്കൂ. ആരാകുന്നു വലിയവൻ? ഭക്ഷണത്തിനിരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ? ആ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. നാം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയാൽ പൈസ കൊടുത്ത് ഭക്ഷണം കഴിക്കുന്ന നമ്മളെ ശുശ്രൂഷിക്കുന്നവരാണ് ഹോട്ടലിലെ ജോലിക്കാർ. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നയാളാണ്, മേശയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നയാളാണ് വലിയവൻ. ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നയാൾ ചെറിയവൻ. അങ്ങനെയാണ് യേശു അത് തന്നെയാണ് ചോദിക്കുന്നത്. ഭക്ഷണത്തിനിരിക്കുന്നവനല്ലയോ വലിയവൻ? അതിനുശേഷം ഞാൻ പറയുന്നത്, ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെയാകുന്നു. നിങ്ങൾക്കാർക്കും ഒരു സംശയവുമില്ല ഞാനാണ് നിങ്ങളെക്കാൾ വലിയവനെന്ന്. പക്ഷേ ഞാൻ എങ്ങനെയാണ് പെരുമാറിയത് എന്ന് നിങ്ങൾ കണ്ടോ? ഞാൻ നിങ്ങളുടെ കാല് കഴുകുവാൻ തയ്യാറായി. ഞാൻ നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുന്നവനാണ്. ഞാൻ വലിയവനാണ്, പക്ഷേ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നവനാണ്. ഈ പാഠം തൻ്റെ ശിഷ്യന്മാർ പഠിക്കണം എന്ന് യേശു ആഗ്രഹിച്ചു. 2000 നൂറ്റാണ്ടുകൾക്ക് ശേഷവും യേശു ഇത് തന്നെയാണ് തൻ്റെ ശിഷ്യന്മാരെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവർ തന്നെത്താൻ താഴ്ത്തി ശുശ്രൂഷക്കാരായി തീരണം എന്ന് യേശു ആഗ്രഹിക്കുന്നു. കാരണം യേശു അങ്ങനെയാണ് ചെയ്തത്. അതിനു പകരം തങ്ങളെ തന്നെ മറ്റുള്ളവരുടെ മേൽ ഉയർത്തുകയും മറ്റുള്ളവരുടെ മേൽ അധികാരം നടത്തുകയും കർത്തൃത്വം നടത്തുകയും ചെയ്യുന്നവർ ക്രിസ്തീയ ഗോളത്തിലാണെങ്കിലും അവർ യേശു ക്രിസ്തു പറയുന്നതനുസരിക്കുന്നവരല്ല. മറിച്ച് ഈ ലോകത്തിൽ ജാതികളുടെ രാജാക്കന്മാർ ചെയ്യുന്നത് പോലെ മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നേതൃത്വത്തെ ഉപയോഗിക്കുന്നവരാണ്. 28 വാക്യത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരെക്കുറിച്ച് ചില നല്ല കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങളാകുന്നു എൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നവർ. ഈ അധ്യായത്തിൽ നാം ഇത് വായിക്കുമ്പോൾ പലർക്കും ചിരി വരും. കാരണം ഇത് കഴിഞ്ഞ് യേശു ഗത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കുവാനായി പോകുമ്പോൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ ഉറങ്ങുകയായിരുന്നു. പിന്നീട് തന്നെ അറസ്റ്റ് ചെയ്യാനായി ആളുകൾ വന്നപ്പോൾ ശിഷ്യന്മാർ മുഴുവൻ ഓടി രക്ഷപ്പെട്ടു. യൂദ ഒറ്റിക്കൊടുത്തു, പത്രോസ് തള്ളി പറഞ്ഞു. ഇതൊക്കെ നമുക്കറിയാം. ഇതൊക്കെ അറിയാവുന്ന കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളാകുന്നു എൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നവർ. യേശു പറഞ്ഞത് സത്യമാണ്. പല ആളുകളും യേശുവിനെ വിട്ടുപോയപ്പോഴും ഈ 12 ശിഷ്യന്മാർ യേശുവിനോടൊപ്പം നിന്നു. പത്രോസ് തന്നെ പറഞ്ഞു, നിത്യജീവൻ്റെ മൊഴികൾ നിങ്ങളിലുണ്ട്. മറ്റുള്ളവരൊക്കെ പോയപ്പോൾ യേശു അവരോട് ചോദിച്ചു, ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ? ഞങ്ങൾ നിന്നെ വിട്ട് എവിടെ പോകുമെന്ന് അവർ പറഞ്ഞു. യേശു പറഞ്ഞ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയോ അനുസരിക്കുകയോ ഒന്നും ചെയ്യാൻ ഈ 12 പേർക്ക് കഴിഞ്ഞില്ലെങ്കിലും ഇവർ യേശുവിനോട് കൂടെ നിന്നു. ഇവരുടെ പരാജയങ്ങളെയല്ല ഈ സമയത്ത് യേശു ഓർക്കുന്നത്, മറിച്ച് അവർ തന്നോട് കാണിച്ച സ്നേഹത്തെയും വിശ്വസ്തതയും താൻ ഓർക്കുകയാണ്. നാം എബ്രായ ലേഖനത്തിൽ ഒരു വാക്യം വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 6 അധ്യായം അതിൻ്റെ 10 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നുകളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. എബ്രായ ലേഖനം എഴുതിയത് നിരാശപ്പെട്ട് വിശ്വാസം വിട്ടു പോകാൻ റെഡിയായി നിൽക്കുന്ന ചില വിശ്വാസികൾക്കാണ്. എന്നാൽ അവരെ എബ്രായ ലേഖനകാരൻ ഓർമ്മിപ്പിക്കുന്ന കാര്യം, നിങ്ങൾ ഇപ്പോൾ അല്പം ആത്മീകമായി മന്ദതയൊക്കെ വന്നവരാണെങ്കിലും നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, അവർ ചെയ്തത് ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ട് തൻ്റെ വിശുദ്ധന്മാരെ അവർ ശുശ്രൂഷിച്ചു, അവർക്ക് ചില ഉപകാരങ്ങൾ ചെയ്തു. ഇതൊന്നും മറന്നു കളവാൻ തക്കവണ്ണം ദൈവം അനീതിയുള്ളവനല്ല. എന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ ചില തെറ്റുകൾ, ചില കുറവുകളൊക്കെ ഉണ്ടായി എങ്കിലും ദൈവത്തിന് വേണ്ടി ദൈവനാമത്തെ സ്നേഹിച്ച് അവർ ചെയ്ത കാര്യങ്ങൾ ദൈവം ഒരിക്കലും മറന്നു കളയുകയില്ല. അതുതന്നെയാണ് ഇവിടെ യേശുവും ചെയ്യുന്നത്. ശിഷ്യന്മാർക്ക് പല കുറവുകളുണ്ടായിരുന്നു, നേതൃത്വമോഹികളായിരുന്നു, അവർ തമ്മിൽ തർക്കമുണ്ടായിരുന്നു. എങ്കിലും യേശുവിനോടും അവൻ്റെ നാമത്തോടും കാണിച്ച ആ കൂറ് മറന്നു കളവാൻ തക്കവണ്ണം അവൻ അനീതിയുള്ളവനല്ല. അവൻ പറയുന്നു, നിങ്ങളാണ് എൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നവർ. അതുകൊണ്ട് എൻ്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തരുന്നു. എന്ന് വെച്ചാൽ എന്നോട് കാണിച്ച ഈ വിശ്വസ്തതയ്ക്ക് വളരെ വലിയ ഒരു പ്രതിഫലമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഞാൻ നിങ്ങൾക്ക്
രാജ്യം നിയമിച്ചു തരും. നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിങ്കൽ തിന്നുകുടിക്കുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുകയും ചെയ്യും. ഇത് ശിഷ്യന്മാരുടെ ആഗ്രഹമായിരുന്നു. യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും അമ്മ വന്ന് യേശുവിനോട് ചോദിച്ചതാണ്. അവർ ചോദിച്ചത് കർത്താവിൻ്റെ ഇടത്തും വലത്തും ഇരിക്കണമെന്നാണ്. അത് ഉടനെ സംഭവിക്കുമെന്നാണ് അവർ കരുതിയത്. എന്നാൽ യേശു പറയുന്നത്, നിങ്ങൾ എന്നോട് കാണിച്ച വിശ്വസ്തതയുടെ പ്രതിഫലമായി ഞാൻ നിങ്ങൾക്ക് വലിയ സ്ഥാനങ്ങൾ തരാൻ പോവുകയാണ്. അത് ഉടനെ ലഭിക്കില്ല, എന്നാൽ ഭാവിയിൽ നിങ്ങൾ സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കും. ഇതൊക്കെ പരീശന്മാരും ശാസ്ത്രിമാരും ദൈവരാജ്യത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് എന്ന് പഠിപ്പിച്ചിരുന്നതാണ്. ഈ കാര്യം ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് യേശു അവരോട് പറയുന്നത്. മാത്രമല്ല, ദൈവരാജ്യത്തിൽ ഭക്ഷണത്തിനിരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് യേശുവിനോട് തന്നെ ഒരാൾ പറഞ്ഞതായി നാം വായിക്കുന്നുണ്ടല്ലോ. യേശു പറയുന്നു, എൻ്റെ മേശയിങ്കൽ തിന്നുകുടിക്കുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ദൈവരാജ്യത്തെക്കുറിച്ച് യഹൂദന്മാർ വിചാരിച്ചിരുന്ന, പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഈ 12 ശിഷ്യന്മാർക്ക് ലഭിക്കും. കാരണം അവർ യേശുവിനോട് കൂടെ നിന്നു, അവനോട് വിശ്വസ്തത കാണിച്ചു. എന്നാൽ അതുമാത്രമല്ല ഭാവിയെക്കുറിച്ച് യേശു പറഞ്ഞത്. 31 വാക്യത്തിൽ താൻ ശീമോൻ പത്രോസിനോട് പറയുകയാണ്, ശീമോനെ ശീമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിൻ്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിൻ്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. ഇനി ശിഷ്യന്മാർ അറിയാത്ത ഒരു കാര്യം യേശു അവരോട് പറയുകയാണ്. ശിമോനോടാണ് പറയുന്നത്, സാത്താൻ ശിഷ്യന്മാരെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. സാത്താൻ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ദൈവത്തിൽ നിന്നും അനുവാദം വാങ്ങണം. അനുവാദം ലഭിക്കാതെ അവനത് ചെയ്യാൻ സാധിക്കില്ല. സാത്താൻ ശിഷ്യന്മാരെ ഗോതമ്പ് പോലെ പാറ്റണം എന്ന് തോന്നി, പ്രത്യേകിച്ച് ശീമോൻ പത്രോസിനെ. അതിനുവേണ്ടി വന്ന് അപേക്ഷ ചോദിച്ചു. അതിന് അനുവാദം കൊടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. കാരണം യേശു ശീമോന് വേണ്ടി പ്രാർത്ഥിച്ചതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. എന്താണ് യേശു പ്രാർത്ഥിച്ചത്? ഞാനോ നിൻ്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. നിന്നെ സാത്താൻ ഗോതമ്പ് പോലെ പാറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു എന്നല്ല പറയുന്നത്. അതിൻ്റെ അർത്ഥം സാത്താന് ശിഷ്യന്മാരെ പരീക്ഷിക്കുവാൻ ഒരു അവസരം ചോദിച്ചു, അത് ദൈവം അനുവദിച്ചു എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. എന്നാൽ സാത്താൻ അവരെ ഗോതമ്പ് പോലെ പാറ്റിയപ്പോൾ കർത്താവ് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ശീമോൻ പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. എന്തായിരുന്നു പ്രാർത്ഥനാ വിഷയം? അവൻ പരീക്ഷയിൽ കൂടി കടന്നു പോകാതിരിക്കുവാൻ വേണ്ടിയല്ല പ്രാർത്ഥിച്ചത്. ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയല്ല യേശു പ്രാർത്ഥിച്ചത്. അവന് നല്ല ആരോഗ്യം ഉണ്ടാകണം, അവന് ധനസമൃദ്ധി ഉണ്ടാകണം, അവൻ ചെയ്യുന്ന കാര്യമൊക്കെയും സാധിക്കണം. ഇതൊന്നുമല്ലായിരുന്നു യേശുവിൻ്റെ പ്രാർത്ഥനാ വിഷയം. താൻ പ്രാർത്ഥിച്ചത് നിൻ്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ. അതിനുവേണ്ടി യേശു അപേക്ഷിച്ചു. സർവജ്ഞാനിയായ നമ്മുടെ കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായി നമുക്ക് വേണ്ടത് എന്താണെന്ന് അറിയാമായിരുന്നു. അത് ആരോഗ്യമല്ല, സാമ്പത്തിക ലാഭമല്ല, നല്ല കുടുംബ പശ്ചാത്തലമോ പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതമോ അല്ല. മറിച്ച് നമ്മുടെ വിശ്വാസം പോയി പോകാതിരിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് എന്ന് നമ്മുടെ കർത്താവിനറിയാം. അതുകൊണ്ട് കർത്താവ് ശീമോൻ പത്രോസിന് വേണ്ടി ഒരേ ഒരു കാര്യം മാത്രമേ അപേക്ഷിച്ചുള്ളൂ. അതിതാണ്, പത്രോസിൻ്റെ വിശ്വാസം പോയി പോകരുത്. നാം പത്രോസിൻ്റെ ജീവിതം നോക്കിയാൽ പത്രോസിൻ്റെ വിശ്വാസം ഓൾമോസ്റ്റ് പോയി എന്ന് നമുക്ക് തോന്നും. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കാണുവാനോ അവനെ അഭിമുഖീകരിക്കുവാനോ ഒന്നും പത്രോസിന് മനസ്സില്ലായിരുന്നെങ്കിലും നമ്മുടെ കർത്താവ് അവനെ തേടി ചെല്ലുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതൊക്കെ നാം ഈ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗങ്ങൾ പഠിക്കുമ്പോൾ കാണും. പത്രോസിനെ വിശ്വാസത്തിൽ നിലനിർത്തുക എന്നുള്ളതായിരുന്നു യേശു കർത്താവിൻ്റെ ഏറ്റവും പ്രഥമമായ ഉദ്ദേശം. അതിനുവേണ്ടി താൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലം എന്താണെന്നും കർത്താവിന് അറിയാമായിരുന്നു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചാലും നിൻ്റെ വിശ്വാസം പോകുമെന്നല്ല മറിച്ച്
നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിൻ്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. എന്ന് വെച്ചാൽ നിനക്കിഷ്ടമില്ലാത്ത, എനിക്കും ഇഷ്ടമില്ലാത്ത ചില വഴികളിലൂടെയൊക്കെ നീ പോകേണ്ടി വരും. നമുക്കറിയാം അതെന്താണെന്ന്. പത്രോസ് കർത്താവിനെ തള്ളിപ്പറയുകയും തൻ്റെ മറ്റ് ശിഷ്യന്മാരെയും കൂട്ടി മീൻ പിടിക്കാൻ വേണ്ടി പോവുകയും ഒക്കെ ചെയ്ത് നമുക്കറിയാം. പത്രോസിൻ്റെ ജീവിതത്തിലൊരു പിന്മാറ്റം ഉണ്ടായി. കർത്താവിനോടുള്ള ആ ബന്ധം ഉപേക്ഷിച്ച് താൻ പിന്മാറിപ്പോയി. പക്ഷെ അത് പത്രോസിൻ്റെ അവസാനമായിരുന്നില്ല. അത് കർത്താവിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് പത്രോസിനോട് കർത്താവ് പറയുകയാണ്, ഒരു സമയം നീ തിരിഞ്ഞു വന്ന ശേഷം നിൻ്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. ആരാണ് പത്രോസിൻ്റെ സഹോദരന്മാർ? ഈ സമയത്ത് തൻ്റെ സഹോദരന്മാരാരാണ്? മറ്റ് 11 പേരാണ്. അവർ തൻ്റെ സഹോദരന്മാരാണോ? ഇപ്പോഴല്ല. കാരണം ഇപ്പോൾ ആ മറ്റ് 11 പേരും തൻ്റെ കോമ്പറ്റീറ്റേഴ്സാണ്. എനിക്ക് കിട്ടേണ്ട 1-ാം സ്ഥാനം അടിച്ചെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന മറ്റ് 11 പേർ. ഇങ്ങനെയാണ് പത്രോസ് തൻ്റെ കൂടെയുള്ള മറ്റ് ശിഷ്യന്മാരെ കണ്ടത്. പക്ഷേ കർത്താവ് എന്താ പറയുന്നത്? ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. പത്രോസെ, നിനക്ക് പ്രതിയോഗികളായി നിൽക്കുന്നു എന്ന് കരുതുന്ന അവർ നിൻ്റെ സഹോദരന്മാരാകും. നിൻ്റെ ജീവിതത്തിൽ പരാജയം ഉണ്ടാവും. പക്ഷേ അവിടുന്ന് നീ മടങ്ങി വന്ന് കഴിയുമ്പോൾ നീ നിൻ്റെ സഹോദരന്മാരെ ഉറപ്പിക്കണം. ആരെയാണ് ഉറപ്പിക്കേണ്ടത്? എന്തിനെയാണ് ഉറപ്പിക്കേണ്ടത്? എന്തെങ്കിലും ഒരു കാര്യം ഇളകുന്നതുണ്ടെങ്കിൽ അതിനെ നാം ഉറപ്പിക്കും, അല്ലേ? അപ്പോൾ സഹോദരന്മാരെ ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇളകുന്ന ചില സഹോദരന്മാരുണ്ടായിരിക്കും. അവരെ നിങ്ങൾ ഉറപ്പിക്കണം. ഇതാണ് പത്രോസിനോട് കർത്താവ് പറഞ്ഞ ഉപദേശം. ഇപ്പോൾ പത്രോസിൻ്റെ മനോഭാവം മറ്റൊന്നാണ്. ഇപ്പോൾ പത്രോസ് പറയുന്നത്, ഏതെങ്കിലും ഒരു ശിഷ്യന് ഇളകുന്നവനുണ്ടെങ്കിൽ അവനെ പുറത്താക്കണം. കാരണം ഒരാൾ പുറത്തായാൽ അത്രയും കോമ്പറ്റീഷൻ കുറഞ്ഞു, എനിക്ക് നേതാവാകാം. എന്നാൽ കർത്താവ് പത്രോസിനോട് പറയുകയാണ്, നീ മറ്റുള്ളവരെ കാണുന്ന വിധം അതിനൊരു വ്യത്യാസം ഉണ്ടാകാൻ പോവുകയാണ്. നിൻ്റെ ജീവിതത്തിലൊരു വീഴ്ചയുണ്ടാകും. വീണതിൻ്റെ വേദന നീ മനസ്സിലാക്കും. കർത്താവിൻ്റെ കൃപയും കരുണയും നീ മനസ്സിലാക്കും. നീ യഥാസ്ഥാനപ്പെടും. അന്ന് നീ ഇളകുന്ന സഹോദരന്മാരെ നോക്കി അവനെ പുറത്താക്കി കളയാം എന്ന് ചിന്തിക്കില്ല. സന്തോഷത്തോടുകൂടി നീ അവരെ ഉറപ്പിക്കും. പ്രിയ സുഹൃത്തേ, മറ്റുള്ള സഹോദരന്മാരോട് നിങ്ങളുടെ മനോഭാവം എന്താണ്? അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമോ പ്രയാസമോ ഉണ്ടായാൽ അതവരെ വിധിക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുകയാണോ? അതോ അവരെ ഉറപ്പിക്കണം എന്നൊരാഗ്രഹം നിങ്ങൾക്കുണ്ടോ? ഇതാണ് ആദ്യത്തെ പത്രോസിൻ്റെ സ്വഭാവവും പിന്നീടുള്ള പത്രോസിൻ്റെ സ്വഭാവവും തമ്മിലുള്ള വ്യത്യാസം. പത്രോസിൻ്റെ ലേഖനം വായിക്കുമ്പോൾ പത്രോസ് മറ്റുള്ളവരെ ഉറപ്പിക്കാൻ വേണ്ടി, വിശ്വാസത്തിൽ ക്ഷീണിതരായവരെ ഉറപ്പിക്കുവാൻ വേണ്ടി പത്രോസ് എന്തെല്ലാം കാര്യങ്ങളാണ് പറയുകയും എഴുതുകയും ചെയ്യുന്നത്. എന്നാൽ കർത്താവ് മരിക്കുന്നതിന് മുൻപ് പത്രോസിന് ഒരൊറ്റ ചിന്തയുണ്ടായിരുന്നുള്ളൂ, എനിക്ക് നേതാവാകണം. മറ്റുള്ളവരെയൊക്കെ പുറത്താക്കി എനിക്ക് നേതാവാകണം. പക്ഷേ അവസാനം പത്രോസ് പഠിച്ചു, നേതാവാകാനുള്ള വഴി മറ്റുള്ളവരെ പുറത്താക്കുകയല്ല, മറിച്ച് ഇളകുന്ന സഹോദരന്മാരെ ഉറപ്പിക്കുകയാണ്. കർത്താവ് ഇത് പറഞ്ഞപ്പോൾ പത്രോസിനത് മനസ്സിലായില്ല. അത് അംഗീകരിക്കാൻ അവന് മനസ്സായിരുന്നു. അവൻ തൻ്റെ ജഡത്തിൽ ആശ്രയിച്ച്, സ്വയത്തിൽ ആശ്രയിച്ച് പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നോടുകൂടെ തടവിലാകാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു. കർത്താവ് അവനെ നോക്കി പറഞ്ഞു, നിനക്കറിയില്ല പത്രോസേ, നീ അറിയുന്നില്ല. ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 വട്ടം തള്ളിപ്പറയും. എങ്ങനെയാണ് തള്ളിപ്പറയുന്നതെന്ന് കൂടി കർത്താവ് പറഞ്ഞു. നീ എന്നെ അറിയുന്നില്ല എന്ന് 3 പ്രാവശ്യം പറയും, ഇന്ന് തന്നെ. ഇത് കേട്ടപ്പോൾ പത്രോസിന് എന്ത് തോന്നിയിരിക്കും എനിക്കറിഞ്ഞുകൂടാ. മറ്റ് സുവിശേഷങ്ങൾ വായിച്ചാൽ പത്രോസും മറ്റുള്ളവരും ആണായിട്ട് കർത്താവിനോട് പറഞ്ഞു, ഞങ്ങൾ എങ്ങനെയൊന്നും ചെയ്യില്ല, ഞങ്ങൾ നിന്നെ വിട്ട് ഓടിപ്പോയില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. കർത്താവ് പറഞ്ഞതുപോലെ തന്നെ അവരെല്ലാവരും ഓടിപ്പോയി, പത്രോസ് തള്ളി പറഞ്ഞു. പക്ഷേ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം അതായിരുന്നില്ല അവസാനം. ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവരെ തിരഞ്ഞു ചെല്ലുന്ന കർത്താവ്, അവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന കർത്താവ്, അവരെ ഉറപ്പിക്കുന്ന കർത്താവ്, കർത്താവിൻ്റെ സ്നേഹം മനസ്സിലാക്കിയ ശിഷ്യന്മാർ
വിശേഷാൽ പത്രോസ് മറ്റുള്ളവരെ ഉറപ്പിക്കുന്ന ഒരു അധ്യക്ഷനായി മാറി. പ്രിയ സുഹൃത്തെ, മറ്റുള്ളവരെ ഉറപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? അതോ മറ്റുള്ളവരുടെ ജീവിതത്തിലെ പാപം അളന്ന് ഞാനാണ് മറ്റുള്ളവരെക്കാൾ കേമൻ എന്ന് സ്ഥാപിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ? കർത്താവ് പറയുന്നത്, നീ തിരിഞ്ഞു വന്ന ശേഷം നിൻ്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. നിങ്ങൾ സഹോദരന്മാരെ ഉറപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ ഹിതം ചെയ്യുന്ന പക്വത പ്രാപിച്ച ശിഷ്യനാണ്. ഇല്ല, ഞാനാണ് മറ്റുള്ളവരെക്കാൾ എല്ലാം മിടുക്കൻ എന്ന് പറയാനും സ്ഥാപിക്കാനും ശ്രമിക്കുന്നുവെങ്കിൽ നിങ്ങൾ പക്വത വരാത്ത ഒരു ശിഷ്യനാണ്. പക്വതയുള്ളവരായി, സഹോദരന്മാരെ ഉറപ്പിക്കുന്നവരായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുവാൻ info@fibaonline.org എന്ന ഇമെയിൽ ID ഉപയോഗിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കുവാൻ 9880221957 എന്ന നമ്പരും ഉപയോഗിക്കുക. നമ്പർ ഒരിക്കൽ കൂടി 9880221957.